നിയോഗത്താലി. എനിക്കുമുണ്ട് 2 പെൺമക്കൾ. പക്ഷെ അവരെ ഞാൻ തോന്നിവാസമല്ല വളർത്തിയിരിക്കുന്നത്. എന്റെ ചൊൽപ്പടിക്കാണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. സിന്ധു പറഞ്ഞതും അഥർവ് പുച്ഛത്തോടെ അവരെ നോക്കി. എങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ഈ നിൽക്കുന്ന മൂത്ത മകളുണ്ടല്ലോ, അവൾ എത്ര നേരം കൊണ്ട് എന്നെ തന്നെ നോക്കി നിൽക്കുവാണെന്നറിയാമോ? ഞാനൊരു മനുഷ്യനാണ്. ഇവളുടെ നോട്ടത്തിന്റെ അർത്ഥമൊക്കെ എനിക്കും കുറിച്ച് മനസ്സിലാകും. സ്വന്തം അനിയത്തിയുടെ ഭർത്താവാണെന്ന് പോലും നോക്കാതെ, ചിന്തിക്കാതെയുള്ള ഇവളുടെ ഈ നോട്ടവും നിൽപ്പും ഭാവവും ഒക്കെ കാണുകെ എനിക്ക് തന്നെ അപമാനം തോന്നുന്നു. അഥർവ് പറഞ്ഞതും സിന്ധു കലിയോടെ സംഗീതയെ നോക്കി. സാക്ഷി പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതായതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് വലിയ ഞെട്ടലൊന്നുമില്ല. പണ്ട് മുതലേ സംഗീതയ്ക്ക് അഥർവിനെ കാണുമ്പോൾ ഒരു ഇളക്കമുണ്ട്. അത് സാക്ഷി കണ്ടുപിടിച്ചിട്ടുള്ളതുമാണ്. സിന്ധുവിനോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇന്നിപ്പോ അത് അഥർവിന്റെ നാവിൽ നിന്ന് കേട്ടപ്പോൾ സിന്ധുവിന്റെ തൊലിയുരിഞ്ഞു പോയിരുന്നു. എന്നിട്ടും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലാത്തതുപോലെ അഥർവിനോട് തർക്കിച്ചു നിന്നു സിന്ധു. ഓ, നിന്റെ ഭാര്യ വലിയ ശീലാവതി. അവളെ നല്ലതാക്കാൻ വേണ്ടി നീ എന്റെ മോളെ മോശക്കാരിയാക്കാനൊന്നും നിൽക്കണ്ട. സിന്ധു കാലിയടങ്ങാതെ കിതച്ചുകൊണ്ട് പറഞ്ഞു. കോളേജിലെന്നും പറഞ്ഞ് ഇവിടുന്ന് കെട്ടിയൊരുങ്ങി പോകുന്ന ഇവൾ കോളേജിൽ തന്നെ എത്തുന്നുണ്ടോന്ന് ഞങ്ങളാരും അന്വേഷിക്കാൻ പോയിട്ടില്ല. എത്ര അവന്മാരുടെ കൂടെ കിടന്നിട്ടാ ഇപ്പൊ നിന്റെ ഒപ്പം കിടക്കുന്നതെന്ന് നീ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. സിന്ധു അത് പറഞ്ഞതും ആദറും അവിടെ കിടന്നൊരു സ്റ്റൂള് ഒറ്റ ചവിട്ടിനെ തെറിപ്പിച്ചുകൊണ്ട് സിന്ധുവിന് നേരെ പാഞ്ഞെടുത്തു. വലത് കൈ അവൻ മേൽപോട്ടുയർത്തി. പെട്ടെന്ന് നന്ദ വന്നിട്ട് അവന്റെ കയ്യിൽ പിടിച്ചു. ഏട്ടാ, ഞാൻ കാല് പിടിക്കാം, ഒന്നും ചെയ്യരുതേട്ടാ. പൊട്ടിക്കരയുകയാണവൾ. അത് കണ്ടതും അവനും ഉള്ളിൽ എവിടെയോ ഒരു നൊമ്പരം. ദേഷ്യം കടിച്ചമർത്തി അവൻ അവരെ ഒന്ന് നോക്കി. സിന്ധു അടികിട്ടുമെന്നോർത്ത് കണ്ണടച്ചു നിൽക്കുകയാണ്. ഡീ വൃത്തികെട്ടവളെ, ഇനി എന്റെ ഭാര്യയെക്കുറിച്ച് നീ ഒരക്ഷരം മോശമായി പറഞ്ഞാൽ പിഴുതെടുക്കും നിന്റെ ഈ ദൂഷിച്ച നാവ് ഞാൻ. അതർ വളറിയപ്പോഴായിരുന്നു സിന്ധു കണ്ണു തുറന്നത്. സംഗീതയും സാക്ഷിയും സിന്ധുവും സജീവനും ശ്രീനന്ദയും എല്ലാവരും ഒരുപോലെ ഭയന്നു പോയിരുന്നു അഥർവിന്റെ പെരുമാറ്റത്തിൽ. അത്രമേൽ രൗദ്രഭാവമായിരുന്നു അവന്റെ മുഖത്ത്. 2 മാസക്കാലമായി എന്റെ കൂടെയുള്ളവളാണ് ഈ നിൽക്കുന്ന നന്ദ. ഇവളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരുന്ന അറിവ് വേണ്ട എനിക്ക്. നിങ്ങളിപ്പോ ഈ ആക്ഷേപിച്ച ഇവളുണ്ടല്ലോ, ഇവൾ വന്നതിന് ശേഷമാണ് എന്റെ വീടൊരു സ്വർഗമായി മാറിയത്. അത് നിങ്ങൾക്കറിയുമോ? എന്റെ മകൻ ഒന്നിനോടും താല്പര്യമില്ലാതെ ഒരു ചെറിയ കുട്ടിയുടേതായ രീതിയിലുള്ള യാതൊരു കളിയോ ചിരിയോ ഒന്നുമില്ലാതെ നടന്നിരുന്ന എന്റെ മകൻ അവനൊന്ന് ചിരിച്ചു കണ്ടത് ഇവൾ വന്നതിന് ശേഷമാണ്. അവനൊരു അമ്മയുടെ സ്നേഹം അനുഭവിക്കുന്നതും ഇവളിൽ നിന്നാണ്. മാത്രമല്ല, ഒരു മകളില്ലാത്ത ദുഃഖത്തിൽ നേരെ ജീവിച്ച എന്റെ അച്ഛനും അമ്മയും അവർ മനസ്സറിഞ്ഞ് ഒന്ന് ചിരിച്ചു കണ്ടത് ശ്രീനന്ദ വീട്ടിലേക്ക് വലതുകൾ വെച്ച് കയറി വന്ന ശേഷമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എന്റെ വീട് ഒരു സ്വർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നവളാണവൾ. അതുകൊണ്ട് അവളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ പറഞ്ഞ് നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഈ ദൂഷ്യപ്പെല്ലാം കേട്ടു നിന്നത്. നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ എന്ന് പോലും നിങ്ങളെ വിളിക്കാൻ കഴിയില്ല. ഇത്രയും വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു മൃഗം, അങ്ങനെ നിങ്ങളെ എനിക്ക് വിളിക്കാൻ കഴിയൂ. സത്യം പറഞ്ഞാൽ മൃഗമെന്ന് പോലും പറയാൻ കഴിയില്ല. മൃഗം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും അതൊരു അപമാനമായിട്ട് എനിക്ക് തോന്നി. സിന്ധുവിനോട് അത്രയും പറഞ്ഞുകൊണ്ട് സജീവന്റെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. എന്തായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇവരെ പോലൊരു വൃത്തികെട്ട സ്ത്രീയുടെ കൂടെ ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചില്ലേ? അതിന് നിങ്ങൾക്ക് വല്ല അവാർഡും തരണം. അഥർവിന്റെ ആ വാക്കുകൾ സിന്ധുവിന് അത് തന്റെ മുഖത്തേറ്റ ഒരു പ്രഹരം പോലെ തോന്നി. നിന്ന് ചിലയ്ക്കാതെ ഈ അവളെയും കൊണ്ട് എന്റെ വീട്ടിൽ നിന്നിറങ്ങി പോകാൻ നോക്ക്. സിന്ധു അഥർവിന് നേരെ അലറിയതും അവൻ അവർക്കടുത്തേക്ക് പാഞ്ഞു വന്ന് കൈയുയർത്തി. സിന്ധു ഇരുകവളും പൊത്തിപ്പിടിച്ച് തിരിഞ്ഞു വന്നു. നിങ്ങളെ ഞാൻ തല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളെപ്പോലൊരു വൃത്തികെട്ട സ്ത്രീയെ തല്ലാൻ പോലും എനിക്ക് അറപ്പ് തോന്നുന്നു. അതുകൊണ്ടാണ്. എന്തിനാ നിങ്ങളിങ്ങനെ ജീവിക്കുന്നത്? ഇത്രയും വൃത്തികെട്ട മനുഷ്യന്മാർ ഈ ലോകത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഈ പ്രവൃത്തിയിലൂടെയാണ്. അപ്പോഴും കണ്ണീർ വാർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ശ്രീനന്ദ അവിടെ. അഥർവ് അവളെ തനിക്കടുത്തേക്ക് വലിച്ചടിപ്പിച്ചു. അവന്റെ നെഞ്ചിൽ തട്ടി അവൾ നിന്നു. അഥർവ് ഒരു കൈകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു.
നിശബ്ദം ഏങ്ങിക്കരയുകയാണവൾ. അവൻ അവളെ തട്ടി ആശ്വസിപ്പിച്ചു. ഇവൾക്ക് ഇവളുടെ അമ്മാവനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നത്. ഇന്നത്തോടെ ശ്രീനന്ദയ്ക്ക് ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ആദർവ് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വീടിന്റെ പടികളിറങ്ങി. മെല്ലെ അവളെ കാറിലേക്ക് കയറ്റിയിരുത്തിക്കൊണ്ട് ഡോറടിച്ച് അകത്തുനിന്ന് സിന്ധുവിനെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി. അവരുടെ കാറ് ആ മുറ്റം വിട്ട് അകന്നത് കണ്ടതും സജീവൻ ദേഷ്യത്തോടെ വീടിനുള്ളിലേക്ക് പാഞ്ഞു കയറി. തനിക്കടുത്തേക്കുള്ള സജീവന്റെ വരവ് അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കിയതും സിന്ധു ഭീതിയോടെ ഓടി മുറിയിലേക്ക് കയറി വാതിലകത്തുനിന്ന് ചേർത്തടച്ചു. സജീവൻ വാതിലിൽ ആഞ്ഞ് ചവിട്ടുകയും ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. വാതിലിന് നേർക്ക് നോക്കിക്കൊണ്ട് അയാൾ ഉറക്കെ ആക്രോശിച്ചു. ഇറങ്ങി വന്ന് വാതിൽ തുറക്കടി. ഇത്രയും നേരം നീ ഇവിടെ കിടന്ന് നാവാടിയല്ലോ. ഇറങ്ങടി ഇങ്ങോട്ട്. സിന്ധു, നിന്നോടാ പറഞ്ഞത് വാതിൽ തുറന്നിറങ്ങി വരാൻ. അടഞ്ഞു കിടന്ന വാതിൽ അയാൾ പിന്നെയും ചവിട്ടി തുറക്കാൻ ശ്രമിച്ചതോടെ സാക്ഷിയും സംഗീതയും കൂടി ചേർന്ന് അയാളെ പിടിച്ചു മാറ്റി. അച്ഛൻ എന്ത് വിവരക്കേടായി കാണിക്കുന്നേ? അയാൾ സംഗീത ചോദിച്ചതും അയാൾ അവർ പിടിച്ചു വച്ചിരുന്ന കൈകൾ കുടഞ്ഞെറിഞ്ഞു. വിവരക്കേടോ? അപ്പൊ നിനക്കൊക്കെ വിവരക്കേട് മനസ്സിലാകുമല്ലേ? എന്നിട്ട് നിന്റെയൊക്കെ തള്ള ഇത്രയും നേരം ഇവിടെ കിടന്ന് തോന്നിവാസ വർത്തമാനം പറഞ്ഞപ്പോ ഒരിക്കലെങ്കിലും അവളെ ഒന്ന് തടയാൻ തോന്നിയോ നിങ്ങൾക്ക്? രണ്ടുപേരും കൂടി അവള് പറയുന്ന വൃത്തികേടെല്ലാം കേട്ട് രസിച്ചു നിന്നു അല്ലേ? നീയൊക്കെ എന്റെ മക്കൾ തന്നെയാണോ? എനിക്കിപ്പം നല്ല സംശയമുണ്ട് അതില്. സിന്ധു, നീ വാതിൽ തുറന്നിറങ്ങി വരുന്നുണ്ടോ? അതോ ഞാൻ ഈ വാതിൽ ചവിട്ടിപ്പൊളിക്കണോ? സജീവൻ അതും ചോദിച്ചുകൊണ്ട് വീണ്ടും വാതിലിൽ 3-4 പ്രാവശ്യം ചവിട്ടാനും തൊഴിക്കാനും തുടങ്ങി. ശേഷം അയാൾ ആ വാതിലിന്റെ മുമ്പിലേക്ക് തന്നെ ഇരുന്നു. എന്തായാലും നീ എത്ര നേരം ഈ മുറിക്കകത്ത് അടച്ചിരിക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. നീ ഇറങ്ങാതെ ഞാനിന്നിവിടുന്ന് എഴുന്നേൽക്കില്ല. അതും പറഞ്ഞുകൊണ്ട് സജീവൻ അവിടെ ഇരുന്നതും സംഗീതയും സാക്ഷിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ. അതേസമയം അഥർവിന്റെ വണ്ടി മുന്നോട്ട് ചലിച്ചു തുടങ്ങിയെങ്കിലും ശ്രീനന്ദ ഇപ്പോഴും അതേ ഇരിപ്പിരിക്കുകയാണ്. വണ്ടിയിൽ കയറിയതിനു ശേഷം പിന്നീട് ഒരിക്കൽ പോലും അവൾ കണ്ണു തുറന്നിട്ടില്ല. സീറ്റിലേക്ക് ചാരിക്കിടന്ന് നിശബ്ദം കരയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒഴുകിയിറങ്ങുന്ന കണ്ണീർ തുടച്ചു മാറ്റുന്നുണ്ടെന്നല്ലാതെ അവളുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രവൃത്തിയുമില്ല. അഥർവിനോട് കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി പറയാനോ സ്വന്തം ഭാഗം ന്യായീകരിക്കാനോ ഒന്നിനും ശ്രമിക്കാതെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അവൾ. ഒരു വേള അവൾ കണ്ണു തുറന്ന് തന്നെ ഒന്ന് നോക്കിയാലും ഏതുവിധം അവളെ താൻ ആശ്വസിപ്പിക്കുമെന്നറിയാതെ അഥർവും കൊഴിഞ്ഞുപോയി. അരമണിക്കൂറോളം അവരുടെ വണ്ടി മുന്നോട്ട് പോയി. എന്നിട്ടും ശ്രീനന്ദ അതേപടി കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണുക അഥർവ് വണ്ടി പതിയെ റോഡിന്റെ സൈഡിലേക്ക് ചേർത്ത് നിർത്തി. അല്പദൂരം ഓടി വണ്ടി നിന്നുവെന്നറിഞ്ഞതും ശ്രീനന്ദ പതിയെ കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കി. ശേഷം മുഖം കുനിച്ചു പിടിച്ച് കൈ രണ്ടും കൊണ്ട് മുഖം അമർത്തിപ്പിടിച്ച് ആർത്താർത്ത് കരഞ്ഞു. അഥർവും സീറ്റ് ബെൽറ്റ് ഊരിമാറ്റി പതിയെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മെല്ലെ അവളുടെ പുറത്ത് കൈകൊണ്ട് തട്ടി ആശ്വസിപ്പിച്ചു. എന്തിനാണെന്തേ ഇനി ഇങ്ങനെ കരയുന്നത്? ഇതിപ്പോ എത്ര നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട്? വെറുതെ കരഞ്ഞു കരഞ്ഞ് അസുഖങ്ങളൊന്നും വരുത്തി വെക്കരുത്. 1 മാസം കൂടി കഴിഞ്ഞാൽ എക്സാമാണ്. അതൊക്കെ ഓർമ്മയുണ്ടാവണം. അഥർവ് സ്നേഹത്തോടെ അവളെ ശാസിച്ചു. എന്നാലും ഏട്ടാ, അവരെന്തൊക്കെയാ എന്നെക്കുറിച്ചും എൻ്റെ അമ്മയെക്കുറിച്ചും പറഞ്ഞത്? ശ്രീനന്ദ വിങ്ങി പൊട്ടി പറഞ്ഞതും അഥർവ് അവളെ തൻ്റെ ഉടലിനോട് കൂടുതൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ആ സ്ത്രീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല നന്ദേ. മാത്രമല്ല വിശ്വസിക്കുകയുമില്ല. നീ എങ്ങനെയുള്ളവളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ മനസ്സിലാക്കാനേ ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. എന്നാലും ഏട്ടാ, അവർ പറഞ്ഞതിൽ ഒരു കാര്യം പോലും സത്യമില്ല. മുഴുവൻ കാര്യങ്ങളും അവർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പറഞ്ഞു വെച്ചതാണ്. ശ്രീനന്ദ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ വാക്കുകൾ ഇടറിപ്പൊലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അത് കേൾക്കെ അഥർവിന് കൂടുതൽ വിഷമം തോന്നി. മോളെ, നീ ഇങ്ങനെ കരയരുത്. നിന്റെ ഈ കണ്ണീര് കാണുമ്പോൾ നിന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് ഇപ്പൊ ഞാനാണ്. അഥർവ് വേദനയോടെ അവളെ നോക്കി. എന്തുകൊണ്ട് ശ്രീനന്ദ താൻ ഈ കാര്യങ്ങളൊന്നും എന്നോട് ഇതിനു മുമ്പ് ഒരിക്കൽ പോലും പറയാതിരുന്നത്? ഇതൊക്കെ മുന്നേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ നിർബന്ധം പിടിക്കില്ലായിരുന്നു. അഥർവ് ചോദിച്ചപ്പോൾ ശ്രീനന്ദയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോയി. മുൻപൊരിക്കലെങ്കിലും താൻ ആരാണ്, താൻ എന്താണ്,
താൻ കടന്നു വന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അഥർവിനോട് പറയേണ്ടതായിരുന്നു. പക്ഷെ ഒന്നും പറഞ്ഞില്ല, എല്ലാം മറച്ചുവെച്ചു. ഒരുപക്ഷെ അതിൻ്റെ ശിക്ഷ കൂടിയായിരിക്കും താനിപ്പോൾ അനുഭവിച്ചു തീർത്ത കുറച്ച് നിമിഷങ്ങൾ. ശ്രീനന്ദ വിങ്ങലോടെ ഓർത്തു. അവളുടെ കണ്ണിൽ കൂടി ഉതിർന്നു വരുന്ന കണ്ണുനീരിന്റെ അളവ് കൂടിയപ്പോൾ അഥർവ് അവളുടെ മുഖം പിടിച്ചുയർത്തി. നോക്ക്, ഇനി ഇങ്ങനെ കരയരുത്. തനിക്ക് പറയാനുള്ളത് മുഴുവനും എന്നോട് പറയണം, ഞാൻ കേൾക്കും. എന്നിട്ടേ നമ്മൾ ഇനി ഇവിടുന്ന് പോകുള്ളൂ. അഥർവ് അവളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു പറഞ്ഞതും ശ്രീനന്ദ ദയനീയതയോടെ അഥർവിന്റെ മുഖത്തേക്ക് നോക്കി. സത്യം പറഞ്ഞാൽ അമ്മായി പറഞ്ഞതൊന്നും അല്ല സത്യം. അവർ പറഞ്ഞത് മുഴുവൻ നുണയാണ്. 5 വയസ്സിൽ അമ്മ എന്നെ ആ വീട്ടിൽ ഏൽപ്പിച്ചു പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനുശേഷം ആ വീട്ടിൽ ഞാൻ അനുഭവിച്ച നരകയാതനകൾ ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ക്രൂരമായ സാഹചര്യങ്ങളിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. 5-ാം വയസ്സ് മുതൽ തുടങ്ങിയ അടുക്കളപ്പണികൾ, അമ്മായിയുടെയും മക്കളുടെയും അമ്മാവിൻ്റെയും എല്ലാവരുടെയും വസ്ത്രങ്ങൾ അലക്കണം. ആ വീട്ടിലെ അകംപണിയും പുറംപണിയും എല്ലാം ചെയ്യണം. അമ്മായി എന്നോട് ഇത്രയും മോശമായി പെരുമാറുന്ന കാര്യമൊന്നും അമ്മാവൻ അറിയില്ല. അമ്മാവൻ്റെ മുമ്പിൽ അമ്മായി എപ്പോഴും എന്നോട് നല്ല സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം. എന്നിട്ട് ചില ദിവസങ്ങളിൽ ആഹാരം പോലും തരില്ല. പെട്ടെന്ന് ശ്രീനന്ദയുടെ വായിൽ നിന്നും അത് കേട്ടതും അഥർവിൻ്റെ ഉള്ളം മിങ്ങിപ്പോയി. പിന്നെ 10-ാം ക്ലാസ് വരെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം തുടർന്ന് പഠിപ്പിക്കാൻ അമ്മായിക്ക് തീരെ താല്പര്യമില്ല. ഒടുക്കം ഞങ്ങളുടെ ചില അകന്ന ബന്ധുക്കളൊക്കെ ഇടപെട്ട് എന്നെ വീണ്ടും പഠിപ്പിക്കാൻ തീരുമാനമായി. പഠിത്തം കഴിഞ്ഞ് കോളേജിൽ ചേരണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ പൊതിരെ തല്ലി. ഇനി പഠിക്കണമെന്ന് പറഞ്ഞ് തീർത്ത് കളയുന്നവരെ അവർ ഭീഷണിപ്പെടുത്തി. അവസാനം +2-ൽ പഠിപ്പിച്ച ടീച്ചർമാരറിഞ്ഞു ഞാൻ ഡിഗ്രിക്ക് പോകുന്നില്ലെന്ന കാര്യം. അങ്ങനെ അവർ വീട്ടിൽ വന്ന് അമ്മായിയോട് സംസാരിച്ചു. ഒടുക്കം വീടിനടുത്ത് തന്നെയുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ കോളേജിൽ പോയി തുടങ്ങി. വീട്ടിലെ സകല ജോലികളും ചെയ്തു വെച്ച ശേഷം എൻ്റെ കോളേജിൽ പോക്കൊക്കെ വന്നു കഴിഞ്ഞാലും ഉണ്ടാകും ഒരുപാട് ജോലികൾ. പശുവിന് പുല്ലരിയാൻ പോകുന്നത് തുടങ്ങി അമ്മായിയുടെ മക്കൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ പലഹാരം വരെ ഉണ്ടാക്കേണ്ട എല്ലാ ചുമതലയും എനിക്കായിരുന്നു. അമ്മായി ഒരു ജോലിയും ചെയ്യാതെ സുഖിച്ചിരിക്കും. ഒരു കൈസഹായത്തിന് പോലും ആരും അടുക്കളയിലേക്കൊന്നും എത്തി നോക്കാറ് പോലുമില്ല. എങ്കിലും ആരോടും പരിഭവമോ പരാതിയോ പറയാതെ ഞാൻ ആ വീട്ടിൽ ജീവിച്ചു പോയി. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ശ്രീനന്ദ നിസ്സഹായതയോടെ പറയുമ്പോൾ അഥർവ് നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടിച്ചുകൊണ്ട് അവളെ വീണ്ടും തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. എന്തിനു പറയണം, ഞാനൊരു നല്ല വസ്ത്രം ഇട്ടിട്ടില്ല. ഓണവും വിഷുവൊക്കെ വരുമ്പോൾ അമ്മാവൻ അമ്മയുടെ കയ്യിൽ പൈസ കൊടുക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് തരാൻ വേണ്ടി. എന്നിട്ട് അമ്മായി അമ്മാവനോട് കള്ളം പറയും എനിക്ക് പുതിയ വസ്ത്രം എടുത്ത് തന്നൂന്ന്. എന്നിട്ട് ചേച്ചിക്കും സാക്ഷിക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് അവരുടെ പഴയ ഡ്രസ്സുകൾ എനിക്ക് തരും. എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തും. അമ്മാവൻ ചോദിച്ചാൽ പുതിയ ഡ്രസ്സ് എടുത്ത് തന്നു എന്ന് വേണം പറയാനെന്ന്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അമ്മാവനില്ലാത്ത സമയം നോക്കി എന്നെ ഉപദ്രവിക്കും. പറഞ്ഞു പേടിപ്പിച്ച് ഞാൻ പിന്നെ ആരോടും ഒന്നും പറയാതെയായി. അങ്ങനെ ആ വീട്ടിൽ പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ ഞാൻ ജീവിച്ചു. ആ സമയത്താണ് അമ്മായി എന്നെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അമ്മാവനെ എന്നെയും ചേർത്ത് കഥകൾ പറഞ്ഞുണ്ടാക്കിയത്. ഏട്ടൻ വേണമെങ്കിൽ ആ നാട്ടിൽ പോയി ആരോട് വേണമെങ്കിലും അന്വേഷിച്ചു. എൻ്റെ അമ്മയൊന്നും ആ നാട്ടുകാർ മറന്നിട്ടുണ്ടാവില്ല. എന്നെയോ അമ്മയോ കുറിച്ച് ഒരു മനുഷ്യരും മോശം പറയില്ല. അമ്മായിയാണ് എല്ലാം പറഞ്ഞുണ്ടാക്കുന്നത്. ഞാൻ വളർന്ന് വലിയൊരു പെണ്ണായപ്പോൾ അമ്മായിക്ക് ഭയം. ഇനി എന്നെ വിവാഹം കഴിപ്പിച്ചു വിടണമല്ലോ, അതിനുവേണ്ടി അമ്മാവൻ പണം ചെലവാക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ. അങ്ങനെയാണ് അമ്മായി ബ്രോക്കറിനോട് പറഞ്ഞ് എനിക്ക് വേണ്ടി 2ാം വിവാഹക്കാരുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യമുള്ള ചെറുക്കന്മാരുടെയോ മാത്രം ആലോചനകൾ അന്വേഷിച്ചു തുടങ്ങിയത്. ആദ്യമൊക്കെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ കൂടുതൽ എതിർത്തു. അപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ അമ്മായി അമ്മാവനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് അമ്മായി മക്കളെ കൊണ്ട് എന്നോട് പറയിപ്പിച്ചു. അവസാനം ഇത്രയും നാള് ആശ്രയം തന്നവർക്ക് ഞാനായിട്ടൊരു ദോഷം ഉണ്ടാകരുതല്ലോ എന്ന് കരുതി ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. അമ്മ മരിച്ചതിന് ശേഷം ഞാനിന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ടാണ്. നല്ല വസ്ത്രങ്ങൾ ഇടുന്നത്, നല്ല ആഹാരം കഴിക്കുന്നത്, എന്തിനു പറയുന്നു, സമാധാനമായിട്ടൊന്ന് ഉറങ്ങുന്നത് പോലും
ആ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇനിയും ശ്രീനന്ദ എന്തോ പറയാൻ തുടങ്ങുന്നത് കണ്ടതും അതിർവ് അവളുടെ വാ പൊത്തിപ്പിടിച്ചു. പ്ലീസ്, ഇനിയൊന്നും പറയരുത്. കൂടുതൽ കേൾക്കാനുള്ള മനക്കെട്ടി എനിക്കില്ല. അവന്റെ കണ്ണുകളും അവൾക്കൊപ്പം നിറഞ്ഞൊഴുകി. അവൻ തന്റെ നനഞ്ഞ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലേക്ക് പതിപ്പിച്ചു. പോട്ടെ, മറന്നു കളയാ ജീവിതം. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു നന്ദേ. താൻ ഒരിക്കൽ പോലും ഇതൊന്നും എന്നോട് പറയാതിരുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തെ കൂടിയാണ് താൻ കടന്നു വന്നിരുന്നതെന്ന് അറിഞ്ഞെങ്കിൽ ഞാനൊരു പക്ഷേ. അതിർവ് എന്തു പറയണമെന്നറിയാതെ വാക്കുകൾക്കായി പരതി. ഇതൊന്നും അറിയാതെയാണ് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ താൻ അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് എന്നോർക്കെ അതിർവ് വല്ലാത്തൊരു സമ്മർദ്ദത്തിലായി. വേണ്ടേട്ട, എനിക്കതിലൊന്നും യാതൊരു ദുഃഖവുമില്ല. അന്ന് ഞാൻ അത്രയൊക്കെ അനുഭവിച്ചെങ്കിലും ഇന്നെനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ. ഏട്ടനെ കിട്ടി, നല്ലൊരു അച്ഛനെയും അമ്മയും കിട്ടി, ഒരു പൊന്നു മോനെയും കിട്ടി. അതിലൊക്കെ ഞാൻ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് ഞാൻ അത്രയും വിഷമിച്ചതൊക്കെ ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷിക്കാനായിരിക്കും. ശ്രീനന്ദ തീർത്തും പോസിറ്റീവായി തന്നെ ആ സാഹചര്യത്തെ നേരിട്ടു. അതിർവ് വിശ്വാസം വരാതെ അവളെ തന്നെ നോക്കിയിരുന്നു. ശേഷം അവളെ ഒന്നുകൂടി തനിക്കടുത്തേക്ക് ചേർത്ത് പിടിച്ചു. ഇനി ഒരിക്കലും ഈ കണ്ണുകൾ നിറയരുത്, കേട്ടല്ലോ? അതിന് ഞാൻ സമ്മതിക്കില്ല, അതിർവ് വാശിയോടെ പറഞ്ഞു. അവന്റെ മുഖത്തെ ആ വാശിയും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ശ്രീനന്ദയുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. അവനും അവളെ തന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അതിർവ് പതിയെ വണ്ടി മുന്നോട്ടെടുത്തു. പോകുന്ന വഴിയൊക്കെ ഇരുവരും പരസ്പരം നോട്ടം കൈമാറുന്നുണ്ടെങ്കിൽ പോലും ശ്രീനന്ദയുടെ മുഖത്ത് നിഴലിച്ചു നിന്ന സങ്കടഭാവം കാണിക്കും അതിർവിനും വിഷമം വന്നു. ചിന്തിച്ചപ്പോൾ അവന് അത്ഭുതം തോന്നിപ്പോയി. അവൾ അനുഭവിച്ചറിഞ്ഞ ജീവിത യാഥാർത്ഥ്യം. ഈശ്വര, എന്തുമാത്രം പെൺകുട്ടികൾ ഇതുപോലെ ജീവിക്കുന്നുണ്ടാകും. അതിർവ് നെടുവീർപ്പോടെ ഓർത്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതേ സമയത്താണ് ശ്രീനന്ദയുടെ ഫോണിലേക്ക് ഇന്ദിരയുടെ കോൾ വരുന്നത്. അവൾ വേഗം ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് പിടിച്ചു. ഫോൺ എടുക്കുന്നതോടൊപ്പം തന്നെ അതിർവിനോട് പറയുകയും ചെയ്തു, അമ്മയാന്ന്. തുടരും.